എടാ ഡെൽറ്റ അതൊന്ന് അടച്ചിടാതിരിക്കാവടാ ഒന്ന്. എടാ ഇത് ഇപ്പൊ അടച്ചിട്ടതാണല്ലേ. അണ്ണനാണോ പോയത്? നീ ഒരു ചെറ്റയാണ് കേട്ടാ, സത്യം പറയാലോ. സാഹചര്യങ്ങൾ നമ്മളെ ചുറ്റാക്കണ്ട. എടാ കക്കാശി ഇത് എടാ ദയവ് ഇത് അടച്ചിടല്ലേടാ, ഇത് ദയവ് ഇത് അടച്ചിടല്ലേ പ്ലീസ്, റിക്വസ്റ്റ് ആണ്. തുറന്ന് മലത്തിട്ടാ മതി, ഒരു പ്രശ്നമില്ല. ഈ വീട് എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടേക്കണം ദയവ് ചെയ്ത് പ്ലീസ്. എന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ പ്ലീസ് പ്ലീസ് എല്ലാവരും ഇവനൊക്കെ കിണ്ടാ സമയമായി ഇവനെ. 9 മണിക്കുള്ള ലൈവ് 10:46 ഓടി വന്നിട്ട് ആർപ്പിയില്ലെന്ന് അടിച്ച് തിരിക്കും ഞാൻ കേട്ടോ നിന്നെ. നമുക്കിവിടെ കേട്ടോ കേട്ടോ, കേട്ടൂടെ? ഇല്ല, സ്ക്രീൻ ആപ്ലിക്കേഷൻ സാധനം കണ്ടിട്ടില്ല ഞങ്ങളുടെ. ഞാനും രഗിലിന്റെ ഞങ്ങളുടെ പുതിയ സെലിബ്രേഷൻ ആണിത് കേട്ടാ. അധികം താമസം നാളെ തരും സെലിബ്രേഷൻ. ഓ മറ്റേ പുള്ളിയല്ലേ ഇന്നലെ നമ്മള് പാട്ട് കേട്ടെ. എന്റെ മോനെ ബീറ്റൊക്കെ വന്നപ്പോ എന്ത് രസമാണ് കേക്ക്. ഷെടേ തള്ളേ പൊളി. ഞാൻ ചോദിക്കുന്ന എല്ലാത്തിനും വാ വെച്ച് തുടങ്ങുന്ന ആൻസേഴ്സ് പറയണം. എല്ലാവരും വാ വെച്ചല്ലേ പറയുന്നത്. ഉത്തരം പറയണം. ഓക്കെ, എങ്ങനെ ഇങ്ങോട്ട് വന്നേ? വണ്ടിക്ക്. കൂടെ ആരോ ഉണ്ടായിരുന്നേ? കൂടെ വാസവണ്ണൻ. കൂടെ എന്ന് പറയുന്നത് വാസവണ്ണൻ. ഓക്കെ, ഈ പിക്കപ്പ് ലൈൻ ഒന്നും ഏറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? വായത്താളം അടിക്കും. കാർത്തിക്കിന്റെ പ്രപ്പോസൽ ഞാൻ റിജക്ട് ചെയ്താൽ എന്ത് ചെയ്യും? വീട്ടിൽ പോകും. ഓക്കെ, ഇഷ്ടപ്പെട്ട സിനിമ നടി? വിമല. ഓക്കെ, എന്നെ കാണുമ്പോ എന്താ തോന്നേ? വട്ടുണ്ടെന്നോ? വെറൈറ്റി മീഡിയനെ കുറിച്ച് വിസ്മയം. ഓക്കെ, എന്താ ഭാവിയിലെ പ്ലാൻസ്? വലുതാവണം. എന്ത് വണ്ണം? വല്ലാത്ത പ്രശ്നമാണ് കേട്ടാ. എടാ ഞാനിങ്ങനെ കുറെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് 2024. എന്റെ ലൈവ് കണ്ടോണ്ടിരിക്കുന്നവരുടെ ഹെൽത്ത് ഒക്കെ നോക്കണം, എല്ലാവർക്കും വെള്ളം കുടിക്കണം, മനസ്സിലായ? ദിവസം 4 ലിറ്റർ വെള്ളം കുടിക്കും. ഞാൻ കുടിക്കും, ഞാൻ ഫുൾ ഹൈഡ്രേറ്റഡ് ആണ്. വിടാനാ അലേർട്ട് വേണോ? എന്റെ തന്തോട് പറയാ പയ്യന്മാരാണ് അവന്, ഞാൻ ഇനി അതിന് അലേർട്ട് കൊടുക്കാം. ഇതെന്താ, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്ത സ്റ്റോറിയാണ്, പിന്നെ എന്തെങ്കിലും ഇതാവോന്ന് വിചാരിച്ചത്. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞ പയ്യനാണേ. ഞാൻ ടി വി എടുക്കാൻ നേരം ബ്രോ എനിക്കാണെങ്കിൽ ഈ ആൾക്കാരോട് ഞാൻ കോൾസ് ഒക്കെ കൊടുക്കാം, പക്ഷെ എനിക്ക് ആൾക്കാരോട് നമ്മള് പണ്ട് അടൂര് KFC ഫണ്ട് വെച്ചിരുന്ന് വിട്ടതാണ്. അന്ന് ഓർമ്മയില്ല. ഈ ഇതൊക്കെ സിഗ്നൽ ഓർമ്മയില്ലേ? അല്ല എന്താ പറയാ, ഞാൻ എനിക്ക് കോൾസ് ഒക്കെ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാരുടെ ഒക്കെ ഇത് സെറ്റ് ആവാൻ എനിക്ക് ടൈം എടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള വന്ന ഇൻട്രോവേർട്ട് മൈരനാണിത്. കണ്ടാൽ 11 കെവിൻ കണ്ടോ സിഗ്നല്. Tell me a sound that's better than this. Tell me a sound that's better than this. എന്റെ അമ്മോ,
ഒന്നും കൂടെ കേക്കട്ടത്. Tell me a sound that's better than this. എന്ത് സുഖമല്ലേ കേക്കാൻ. സാറ്റിസ്ഫാക്ഷൻ ലെവൽ സത്യം. റീവറിന്റെ ആ ശബ്ദവും കൂടെ ഇജാതി. അണ്ണാ പ്രൈം വാസു ആകാമ അന്നൊക്കെ മറ്റേ ഇതിനകത്ത് ഓൾഡൗൺ ഉണ്ടായിരുന്നല്ലേ എടി. വാസു ഉണ്ടല്ലോ ഈ ഇതിനകത്ത് ഈ GTA 5 ഗ്രൈൻഡ് ചെയ്യാൻ സമയമില്ലാതെ ഗ്രൈൻഡ് ചെയ്യാൻ വയ്യാത്തോണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ആള് സത്യം പറഞ്ഞാൽ ഭയങ്കര OP ആയന. ഇതിന് വേണ്ടിട്ട് ഇരിക്കാത്തോണ്ടാണ് എനിക്ക് മനസ്സിലായതാണ്. വാറില് അണ്ണൻ ലൈവ് ഇടാൻ മാത്രമാണ് വരുന്നത്. ഇതിനു വേണ്ടി ഒരു ഇതുപോലും ഇരിക്കാത്തോണ്ട് ഒന്നും കിട്ടാത്ത. പക്ഷെ ആള് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പഴയ വാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് എനിക്ക് നല്ല രീതിയിൽ ഞാൻ പറയണം, പഴയ വാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. 100% കാണാൻ പറ്റും. കാരണം നമ്മളൊക്കെ ഇരിക്കുന്നതിന്റെ ഒരു ദിവസം ഒരു 15 മിനിറ്റെങ്കിലും ഇരുന്നെങ്കിൽ മതിയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അണ്ണൻ വന്ന ടൈം തൊട്ട് ഇരിക്കുവാണ്. മറ്റുള്ളവർ അങ്ങനെയല്ല, എല്ലാരും അതിനു വേണ്ടിട്ട് കളഞ്ഞിരിക്കുവാണ്. ഇത് ഫാക്ട്സ് ആണ്. എന്ന് വെച്ചാണ്ടല്ലോ ഞാൻ അന്ന് ഞാൻ ലൈക്ക് വാസുണ്ണെ ഒന്ന് റേഷ്യോ ഒക്കെ മാറ്റിച്ച് ഞാനൊന്ന് ഇത് ഒന്ന് സെറ്റ് ആക്കി എടുക്കാൻ ഞാൻ നോക്കി. എന്ന് വെച്ചാൽ നോക്കി അങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു ഇതിനകത്ത് കുറച്ച് റേഷ്യോ ഒക്കെ സ്ട്രെച്ച് ഒക്കെ ഇട്ട കുറച്ച് അഡ്വാൻറ്റേജാ. ആള് ലൈക്ക് ഹെഡ് ട്രാക്കിംഗ് എല്ലാം പെർഫെക്റ്റ് ആണ്. മനസ്സിലായ ഒന്ന് ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവന്ന ആള് വിഷയവും സത്യമായ വിഷയവും. മനസ്സിലായ സീരിയസ്ലി പറയാം. എന്ന് വെച്ചാൽ വാലറിന്റെ ടൈമും ഉണ്ട്. അതുകൊണ്ട് സത്യം പറഞ്ഞുണ്ടല്ലോ പിടിച്ചു നിൽക്കാൻ പറ്റും. ഇപ്പൊ സ്റ്റീവ് പപ്പടത്തിന്റെ ഒക്കെ ആ ഒരു ലെവൽ എത്താൻ പറ്റും. വാസുകളാണ് അങ്ങനൊരു ഇതുണ്ട്. പറക്കേ ഒരു സംസാരമുണ്ട്. സത്യമായിട്ട് ഇവര് പറഞ്ഞ ഭയങ്കര കറക്റ്റാ. ഞാൻ ഇതിന്റെ ഗൺ പവർ മെക്കാനിക്സിന് വേണ്ടിയിട്ട് ഇത്രയും നാൾ ഇരുന്നിട്ടില്ല. ഇത്രയും നാളായിട്ട് ഇരുന്നിട്ടില്ല ഇതിൻ്റെ ഗൺ പവർ മെക്കാനിക്സിന് വേണ്ടിയിട്ട്. പക്ഷേ ഈ വർഷം ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് കുറച്ചും കൂടി എൻ്റെ ക്യാരക്ടർ എനിക്ക് കുറച്ചുകൂടി മറ്റേ കമ്മ്യൂണിക്കേഷൻ ഓറിയൻറ്റഡ് ആക്കിയിട്ട് ഈ പറയണ പോലെ എല്ലാവരും ഈ അടിക്ക് ഒരു ഗ്യാങ്ങിനെ അങ്ങ് വിട്ട് അങ്ങനെ അങ്ങ് മാറ്റാമെന്നാണ് എൻ്റെ ഞാൻ ഒരു ടൈം തൊട്ട് ചിന്തിച്ചു തുടങ്ങിയത് അങ്ങനെയാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ടൈം തൊട്ട് ഇതിന് മാത്രമായിട്ട് ഒരാൾക്കാർ ടി വിയിൽ കുറച്ച് വേണമെന്ന് വിചാരിച്ചാണ് അങ്ങനെ എടുത്തത്. പക്ഷെ അതിൽ ഒരു ഇതുണ്ട്. നോക്കാം ഗൈസ്, ഞാൻ മാക്സിമം ഇനിഷ്യേറ്റീവ് എടുക്കാൻ നോക്കാം ഉറപ്പായിട്ടും. അണ്ണാ ഒരു കൈ നോക്കിയാലോ. ഈ 4 ഡോഗ്സിലെ ഏതെങ്കിലും ഒരെണ്ണം ഓണറിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പോയിട്ട് അയാളെ കയറി ചൊറിയാതിരിക്കുക. കാരണം നിങ്ങൾ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോഗ്സ് നിങ്ങളെ ഇല്ലാതാക്കി കളയും. അതെ, ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 4 ഗാർഡ് ഡോഗ്സ്? നമ്മുടെ ലിസ്റ്റിലെ നമ്പർ 4 ആണ് ഡോബർമാൻ. നിങ്ങളൊരു ഡോബർമാനെ കൊണ്ട് നടക്കാൻ പോവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടും അതൊരു സൂപ്പർ അലർട്ട് മോഡിലേക്ക് വരും. അതായത് നിങ്ങളെ ഹാം ചെയ്യാൻ വരുന്ന എന്തെങ്കിലും ഒരു ത്രെറ്റ് ചുറ്റുവട്ടത്തുണ്ടോ എന്ന് അവർ എപ്പോഴും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും സേഫ് ആയിരിക്കും. നമ്പർ 3 റോഡ് വീലർ. റീൽസിലൊക്കെ കൈകൊട്ടി കളിച്ച നമ്മുടെ റോഡ് വീലർ പക്ഷെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് അഗ്രസീവ് ആവും. ഡോബർമാന് പറഞ്ഞ എല്ലാ ഗുണങ്ങളും പ്ലസ് ശരീരമാസകളും നല്ല പവർഫുൾ മസിൽസും ഉള്ളതുകൊണ്ട് ഒരു റോഡ് വീലർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അതെന്തും നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഡിഫെൻഡ് ചെയ്തോളും. നമ്പർ 2 കെയിൻ കോർസോ. വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഡോഗ് ബ്രീഡ് ആണ്. പൊതുവെ പറയപ്പെടുന്നത് ഒരു 3 ഹ്യൂമൻ ബോഡി ഗാർഡ്സിന് തുല്യമാണ് ഒരു കെയിൻ കോർസോ ഡോഗ്. ഇനി നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ ഏറ്റവും നല്ല ഗാർഡ് ഡോഗ് ആണ് ജർമ്മൻ ഷെപ്പേർഡ്. 10 മണിക്കൂർ മുമ്പ് വരെ നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളുടെ വീട്ടിൽ വന്നു പോയ ആ ഒരു സ്ട്രേഞ്ചറിന്റെ സ്മെല്ല് പിടിച്ചെടുക്കാൻ ഇവർക്ക് ഈസി ആയിട്ട് കഴിയും. ആൻഡ് അവർ ഓൺ ഡ്യൂട്ടിയിലാണെങ്കിൽ ഒരാൾക്ക് പോലും നിങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ച് കിടക്കാൻ കഴിയില്ല. ഇതുപോലൊരു വീഡിയോയിലായിരുന്നു മറ്റേത്. ഇന്ത്യൻ ബ്രീഡുകളിൽ രാജപാളയം ഉണ്ടാക്കിയ ഇമ്പാക്ട് ഒന്നും വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് രാജപാളയത്ത് പോയി 10,40,000 രൂപ കൊടുത്ത് മേടിച്ചോണ്ട് വന്നൊരു സാധനമാണത്. മനസ്സിലായി? എന്റെ വീടിന്റെ മുകളിൽ ഗ്രീഡർ ഉണ്ടായിരുന്നു കേട്ടോ. നഴ്സറിയിലെ കുറുക്ക് വരെ കുടിക്കുന്നത്. പറഞ്ഞതുപോലെ വീട്ടിൽ 10 മണിക്കൂർ ആള് വന്നിട്ട് 10 മണിക്കൂർ കഴിഞ്ഞാലും ലൈക്ക് അവൻ മൈൻഡ് ചെയ്യില്ലെന്നല്ല, അവനെല്ലാരും ഓർമ്മയുണ്ട്. കാരണം ആര് ഫുഡ് കൊടുത്താലും ആര് വിളിച്ചാലും അവൻ ഒറ്റ കാര്യം മതി, വരുന്നവരൊക്കെ ഗേറ്റ് തുറന്നു കൊടുക്കുക. അവൻ വെളിയിലിറങ്ങി അവിടെ ചില്ലൊക്കെ ചെയ്ത് പൊക്കോളും. അളിയൻ അത് മതി, അളിയൻ അത് മതി. അളിയനെ പണി കേട്ടോ എല്ലാരും കൂടെ അറിഞ്ഞത്.
കളിച്ച അല്ല കഴിച്ചാ എന്റെ ഗേറ്റിന്റെ വെളിയിൽ ഒരു 7 പട്ടികളുണ്ട് കേട്ടാ. ബ്ലാക്ക് ഹാറ്റ്സ്. ബ്ലാക്ക് കാറ്റ്സ് കണ്ടിട്ടില്ലേ? പിന്നെ അളിയൻ കോമ്പൗണ്ടിൽ കിടക്കുമ്പോ വീരുവിന് ഭയങ്കര ദേഷ്യം. മറ്റേ രാജാപ്പാളെ നിന്നെയൊക്കെ ഞാൻ എന്തെങ്കിലും ഈ ഗേറ്റിന് അപ്പുറത്ത് വന്നാൽ അന്ന് നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നാണ് അളിയനാണ് കേട്ടാ. രാത്രിയില് നമ്മുടെ ഇവിടെ ഫാമിലി ജോലി ചെയ്യുന്ന ചേട്ടൻ അതിരാവിലെ വെളുപ്പിന് ഗേറ്റ് തുറന്നിട്ട് പോയി. ഈ നൈസ് ഗ്യാപ്പിന് അളിയൻ ഗേറ്റിൽ കൂടെ വെളിയിലിറങ്ങിയ സമയം ഗ്യാപ്പില് മറ്റേ പുള്ളി അറിയാതെ ഗേറ്റും അടച്ച്. അവരൊരു 8 ബോയ്സ് ഉണ്ടായിരുന്നു. 8 ബോയ്സ് വട്ടത്തിലിട്ട് ചാണകക്കുഴി കൊണ്ടിട്ട് എടാ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരിക്കുക. 2 ആഴ്ചയായിട്ട് അളിയൻ ദേഹത്ത് മൊത്തം കടിച്ച് കിഴിച്ച്. ഈ നാടൻ പട്ടിയുടെ എല്ലാം പല്ലില്ലേ ദേഹത്തായി. ഞാൻ രാവിലെ എണ്ണീറ്റ് വന്നപ്പോ മമ്മി അവിടെ നിക്കുന്ന ഇതും പറഞ്ഞോണ്ട് വിഷമിച്ചു. നോക്കിയപ്പോ അളിയനെ ചാണകത്തിലിട്ട് പണ്ണിക്കളഞ്ഞ അളിയനെ. വെള്ളപ്പട്ടിന്റെ കളർ മാറിയുടെ ചാണകമായി മൊത്തത്തിൽ. പിന്നെ പുള്ളി ഇപ്പൊ ഓരോ ദിവസം ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരിക്കുക. വല്ല ഷോണിക്കാൻ വേണ്ട ഞാൻ വീടെന്നൊക്കെ പറഞ്ഞ അമ്മയെ പിടിച്ച് ഫ്രീ അലമ്പേമാരാണെന്ന്. ഗൈസ് നമ്മള് വളർത്തുന്ന പോലെ ഇരിക്കും ഗൈസ്. എത്ര വലിയതിന് ഇപ്പൊ റോഡ് വീലറിനെ മേടിച്ചാലും എന്ത് മേടിച്ചാലും നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും. ഈ പറയണ പോലെ ഈ അഗ്രഷൻ ട്രെയിനിങ് ഒക്കെ ഒരു പെർട്ടിക്കുലർ ട്രെയിനിങ് ഉണ്ട് അതിന്. ഈ ചില പട്ടികളെ ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞോട്ടെ. ആ കടി കിട്ടിയതിന് ശേഷം ഉണ്ടല്ലോ അവൻ ഇച്ചിരി അഗ്രസീവ് ആണ്. അത് ഞാൻ പറയാം. ആ കടി കിട്ടിയതിന് ശേഷം അവൻ ഇച്ചിരി അഗ്രസീവ് ആണ് ഗൈസ്. അത് ഞാനത് നോട്ടീസ് ചെയ്തു. ആ കടി കിട്ടിയതിന് ശേഷം അവന് കുറെ മാറ്റമുണ്ട്. സീരിയസ് ആയിട്ട് ഞാൻ പറയാ. മനുഷ്യന്മാരായാലും പട്ടികളായാലും ഒരു അടി തലക്കിട്ട് കിട്ടുമ്പോ നമ്മള് ആർക്കായാലും അന്ന് നല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ അത് ശരിയാണ്. നമുക്ക് കൊറേ പാഠങ്ങൾ കിട്ടിയാലേ നമ്മള് തിരിച്ച് എന്തെങ്കിലുമൊക്കെ നോക്കുള്ളൂ. അളിയനെ പേ ആയിരിക്കും.